സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ചെങ്ങന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി കൂടിയാണ് ബാലചന്ദ്രകുമാർ. ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടിലെത്തിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാൻ നിരവധി പേരാണ് എത്തിയത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ കേസിൽ വലിയ വഴിത്തിരിവായിരുന്നു. തുടരന്വേഷണത്തിലേക്ക് കടന്നതും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വധഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ കേസിൽ ദിലീപിനെതിരെ ചുമത്തിയത്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും വലിയ ചർച്ചയായിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ എറണാകുളം CJI കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് 51 പേജുള്ള രഹസ്യമൊഴി അദ്ദേഹം നൽകിയിരുന്നു. 6.5 മണിക്കൂർ നീണ്ടുനിന്ന മൊഴി രേഖപ്പെടുത്തലിൽ ദിലീപിനെ പരിചയപ്പെട്ടതു മുതലുള്ള കാര്യങ്ങൾ തനിക്ക് അറിയാമായിരുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ വൈകിയതിന്റെ കാരണവും കോടതി അറിയിച്ചതായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പിന്നീട് മാറ്റിപ്പറയുന്ന സാഹചര്യം ഒഴിവാക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത്. എന്നാൽ മരണം വരെ തന്റെ നിലപാടിന് ഒപ്പം ഉറച്ചു നിൽക്കുകയാണ് ബാലചന്ദ്രൻ ചെയ്തിരുന്നത്. തിരുവനന്തപുരം ശാന്തി കവാടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. ഇതെന്നൊരു കാര്യം ചെയ്യും.